ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആൻഡ് ഫൺ ആയിട്ടൊരു ആമേനെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡുകളും ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ മുകളിൽ രണ്ട് സൈഡിലുമായിട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട ഡോട്ടിൻ്റെ അവിടെ നിന്ന് മുതലാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മടക്കിയ ഭാഗങ്ങൾ നിവർത്തി കൊടുക്കാം. ഇനി നമ്മൾ ഏത് സൈഡിലേക്കാണോ മടക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇനി രണ്ട് സൈഡുകളും പ്രസ് ചെയ്ത് സെൻറ്ററിലെ പോർഷൻ മാത്രം മുകളിലേക്കായിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ സൈഡുകളും ഒരേപോലെ മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മടക്കിയ ഭാഗങ്ങൾ സെൻറ്ററിൽ നിന്ന് താഴേക്കാക്കി ഒരിക്കൽ കൂടി മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് പേപ്പറുകളാണ് ഉള്ളത്. അതിൽ ഒരു പേപ്പർ ഇതേപോലെ ചെരിച്ച് താഴെ തന്നെ മടക്കി കൊടുക്കാം. അതിനുശേഷം അടുത്ത സൈഡിലെ പേപ്പർ അതിന് തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ചെരിച്ച് മടക്കി കൊടുക്കാം. ഇനി അടുത്ത വശം എടുക്കാം. അടുത്ത വശവും ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മടക്കിയതിൻ്റെ അതേ ലെവലിലാണ് ഈ ഒരു പേപ്പറുകളും മടക്കിയെടുക്കേണ്ടത്. ഈ രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി ഈ മടക്കിയെടുത്ത ഭാഗങ്ങൾ ഉള്ളിലേക്ക് വരുന്ന മാതിരി രണ്ട് സൈഡുകളും ഇതേപോലെ നിവർത്തി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡുകളിലുമായിട്ട് മടങ്ങിയിരിക്കുന്ന പേപ്പറുകൾ ഈ ഒരു രീതിയിൽ നിവർത്തി കൊടുക്കാം. ഇനി ഹെഡ് പോർഷൻ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത രണ്ട് കാലുകൾ കൂടി ഇതേ രീതിയിൽ നിവർത്തി കൊടുക്കാം. ഇനി ഹെഡ് പോർഷൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് മുകളിലത്തെ കാലുകളുടെ അതേ ലെവലിൽ പേപ്പർ താഴേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് അതേ ഭാഗം ഒരിക്കൽ കൂടി മുകളിലേക്ക് തന്നെ മടക്കിയെടുക്കാം. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി രണ്ട് സൈഡിലും മുകളിലായിട്ട് കാണുന്ന ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേ രീതിയിൽ നിവർത്തി കൊടുക്കാം. അതിനുശേഷം താഴത്തെ കാലുകളുടെ തൊട്ടുമുകളിലായി കാണുന്ന ഈ ഒരു പോർഷൻസ് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.